ഹായ് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെട്ടമൊക്കെ പോയി കുറച്ച് ആ ഒരു പ്രശ്നം കാണും. കാരണം ഇവിടെ എല്ലാ റൂമുകളിലും നിങ്ങൾക്ക് അറിയായിരിക്കും ഒരുമാതിരി മഞ്ഞ കളർ ലൈറ്റാണ് വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര വെട്ടം കുറവായിരിക്കും നമ്മുടെ റൂമിലൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ശരിക്കും അധികം രാത്രിയൊന്നും ആയിട്ടില്ല, ഒരു വൈകിട്ട് 4:30-5 മണി ആയിട്ടേ ഉള്ളൂ. പക്ഷേ ഓൾറെഡി വെളിയിൽ ഇരുട്ടാണ്. അപ്പം ഞങ്ങൾക്ക് രാവിലെ ക്ലാസ് ഉള്ളതൊക്കെ കൊണ്ട്, പിന്നെ എക്സാം ആയിരുന്നു, അങ്ങനെ കുറേ അസൈൻമെൻറ്റ്സ് ഉണ്ടായിരുന്നു, അതൊക്കെ കൊണ്ട് നമുക്ക് വെളിയിൽ ഇറങ്ങാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുന്നത്, അകത്തിരുന്ന് എടുക്കുന്നത് കേട്ടോ. അപ്പം അതിൻ്റെ പ്രശ്നം ഉണ്ടാവും. പക്ഷേ എന്നാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് കാര്യം അറിഞ്ഞാൽ പോരെ. ഓക്കെ, അപ്പം അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. നമ്മളിവിടെ എല്ലായിടത്തും നോക്കിക്കഴിഞ്ഞാലും മഞ്ഞ കളർ ഒരുമാതിരി ഇരുണ്ട കേട്ടോ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇഷ്ടമല്ല. പക്ഷെ കാര്യമില്ലല്ലോ, നമ്മളിപ്പം യൂണിവേഴ്സിറ്റി ഡോർമെറ്റല്ലേ, നമ്മുടെ വീടല്ലല്ലോ, നമുക്ക് മാറ്റി വെക്കുകയാണെങ്കിൽ അവർ പെർമിഷനും കാര്യങ്ങളൊക്കെ വേണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഇനിയും നമ്മൾ കുറച്ച് നല്ല രീതിയിൽ എവിടെയെങ്കിലുമൊക്കെ പോയി എടുക്കാൻ നോക്കാം. കാരണം ക്ലൈമറ്റ് ഒക്കെ മാറി വരുന്നുണ്ടല്ലോ, സ്പ്രിംഗ് ഒക്കെ ആയി. അപ്പം പിന്നെ ഏറ്റവും ഇതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സൂര്യൻ തിരിച്ചു വന്നു. അങ്ങനെയല്ല, സൺലൈറ്റ് ഒക്കെ ഇപ്പോൾ നല്ല രീതി കൊണ്ട് പെട്ടെന്ന് എന്താ പറയുന്നത് പോകത്തില്ല. നിങ്ങൾക്ക് അറിയായിരിക്കും, വിൻ്റർ ആവുന്ന ടൈമിൽ ഇവിടെ സൂര്യപ്രകാശം അല്ലെങ്കിൽ സൂര്യൻ എന്ന് പറഞ്ഞ സാധനം ഇവിടെ കാണാറേ ഇല്ല. അതൊക്കെ മാറി വരുന്നുണ്ട്. ഇപ്പം കുറേ നേരമൊക്കെ നിൽക്കാറുണ്ട്. ഇപ്പോൾ ഈ ഒരു ടൈമൊക്കെ ആകുമ്പോഴായിരിക്കും ഇരുട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളോട് എല്ലാവരും ചോദിക്കുന്നത്, ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ഞങ്ങൾ നേഴ്സിംഗ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ കൂടുതലും നേഴ്സിംഗ് റിലേറ്റഡ് കോണ്ടന്റാണ് കൂടുതൽ ഇടാറുള്ളത്. അപ്പം നമ്മളോട് ഇങ്ങനെ ഓരോരുത്തരും കമൻറ്റ് സെക്ഷനിൽ ആ കോഴ്സ് അവൈലബിൾ ആണോ, ഈ കോഴ്സ് ഇവിടെ ഉണ്ടോ, അങ്ങനത്തെ കോഴ്സ് ഉണ്ടോ, ഇങ്ങനത്തെ കോഴ്സ് ഉണ്ടോ. ഇപ്പോൾ ബാച്ചിലേഴ്സ് ആണെങ്കിലും മാസ്റ്റേഴ്സ് ആണെങ്കിലും മെയിൻ സിറ്റീസ്, ഇപ്പോൾ നമ്മൾ മെയിൻ സിറ്റീസ് നോക്കണമെന്ന് പറയുമ്പോൾ തന്നെ ഇപ്പം വാട്സോയിൽ എന്തൊക്കെ കോഴ്സുകളുണ്ട്, അല്ലെങ്കിൽ ഇപ്പം ഏതെങ്കിലും യൂണിവേഴ്സിറ്റി ഏതൊക്കെ കോഴ്സ് ഉണ്ടാവും, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഓരോരുത്തർ ചോദിക്കാറുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ എനിക്ക് എല്ലാ കോഴ്സിനെ കുറിച്ചും വലിയ ഗ്രാഹ്യമൊന്നുമില്ല. കാരണം ഞങ്ങളിവിടെ നേഴ്സിംഗ് ആണല്ലോ. പിന്നെ നമ്മളിപ്പോൾ ഇങ്ങനെ വീഡിയോസൊക്കെ ചെയ്തു തുടങ്ങിയിട്ട് ഓരോരുത്തർ അറിയുന്നതും പറയുന്നതും ഇങ്ങനെ അല്ലാത്ത കാര്യങ്ങളൊക്കെ ഇട്ട് തുടങ്ങുന്നത്. അപ്പം അതിൻ്റെതായിട്ടുള്ള ചേഞ്ചസ് ഉണ്ട്. പക്ഷെ എന്നാലും നമുക്ക് കൂടുതലും അങ്ങനെയുള്ള, ഇപ്പം എനിക്കാണെങ്കിൽ ഫ്രണ്ട്സ് ഉള്ളതെന്ന് പറഞ്ഞാലും കൂടുതലും നേഴ്സിംഗ് പഠിക്കുന്ന പിള്ളേരാണ്, മലയാളീസ് ആയിട്ടുള്ളവരെ എനിക്കറിയാവുന്നത്. പിന്നെ ഉണ്ട് അല്ലാത്ത കോഴ്സ് ഉണ്ടെങ്കിൽ ഇങ്ങനെ പേഴ്സണലി ഭയങ്കര അടുപ്പമുള്ള ആരും ഇല്ല, നല്ല പരിചയമുള്ള ആരും ഇല്ല. അപ്പം അങ്ങനെയൊക്കെ വരുന്നതുകൊണ്ടാണ് നമുക്ക് കൂടുതലും അതിനെക്കുറിച്ച് ചിലവരൊക്കെ വന്ന് കോഴ്സിൻ്റെ കാര്യങ്ങളോ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കുമ്പോൾ നമുക്ക് അറിയാത്തത്. അപ്പം ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ കോഴ്സ് ഇവിടെ ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ, ഇപ്പം കോഴ്സ് ഉണ്ടോ, അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ ഉള്ളത്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ അതിനെക്കുറിച്ച് ഇടാവുന്നത്. അപ്പം ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത് ഒരു യൂണിവേഴ്സിറ്റിയെ കുറിച്ചാണ് കേട്ടോ. അതായത് വാർസോയിൽ തന്നെയുള്ള, അതാണ് മെയിൻ സിറ്റിയാണ് വാർസോയ്, ക്യാപിറ്റൽ സിറ്റി. വാർസോയിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ ഉള്ള കോഴ്സസിനെ കുറിച്ചാണ് പറയുന്നത്, ഫീസ് ഉൾപ്പെടെ. അപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹമുള്ള കോഴ്സ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് വിസ്തല യൂണിവേഴ്സിറ്റിയെ കുറിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, നാട്ടിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇങ്ങനെ ബാച്ചിലേഴ്സ് പ്രോഗ്രാംസിനാണെങ്കിലും മാസ്റ്റേഴ്സിനാണെങ്കിലും ഒരുപാട് സ്റ്റുഡൻസ് വരുന്ന, കുറേ ഇന്ത്യൻ സ്റ്റുഡൻസ് ഉള്ള ഒരു യൂണിവേഴ്സിറ്റി എന്ന് പൊതുവെ പറയുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് വിസ്തല യൂണിവേഴ്സിറ്റി. പിന്നെ അത്യാവശ്യം നല്ല രീതിക്ക് ഫേമസ് ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. എന്ന് വെച്ചാൽ ഇപ്പം മെഡിക്കൽ റിലേറ്റഡ് കോഴ്സ് അല്ല ഞാൻ പറയുന്നത്, അല്ലാത്ത ബാച്ചിലേഴ്സും മാസ്റ്റേഴ്സും ഒക്കെ കൂടുതലായിട്ടുള്ളതും ആൾക്കാർ കൂടുതലായിട്ട് വരുന്നതും ഓപ്റ്റ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. പിന്നെ വാർസോയും കൂടെ ആയതുകൊണ്ട് തന്നെ എല്ലാവരും വരുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് വിസ്തല യൂണിവേഴ്സിറ്റി. അപ്പോൾ അവിടെയുള്ള കോഴ്സസും അതിൻ്റെ ഫീസും ഒക്കെ എത്രയാണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ആദ്യം മുതൽ പറയാം. ഇത് യൂറോയിലാണ്, നമ്മളിവിടെ യൂറോയിലാണ് ഫീസ് അടയ്ക്കുന്നത്. ആദ്യം തന്നെ പറയട്ടെ, യൂറോയിൽ നിങ്ങൾ ജസ്റ്റ് INR നോക്കിയാൽ മനസ്സിലാവും. എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുമ്പോൾ ഞാൻ കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കാം. അത് അപ്രോക്സ് ആയിരിക്കും, നമുക്കറിയാലോ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡിഫറൻസ് ഉണ്ടാവും. പക്ഷെ എന്നാലും എനിക്കറിയാവുന്ന പോലെ ഞാൻ കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ എക്കണോമിക്സ് ആണ്. ഇത് ബാച്ചിലേഴ്സ് പ്രോഗ്രാം ആണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് വൺ എക്കണോമിക്സ് ആണ്. എക്കണോമിക്സുകാർക്ക് വരുന്നത് എത്ര ഇയർ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 years ആണ് കോഴ്സ്. 3 years ബാച്ചിലേഴ്സ് എക്കണോമിക്സ്. അതിൻ്റെ ട്യൂഷൻ ഫീ വരുന്നത് പെർ ഇയർ 3,500 യൂറോയാണ്. 3,500 യൂറോ. ഇത് നമ്മൾ ഇയർലി ആണ്. ഇനിയും നിങ്ങൾ സെമസ്റ്റർ വൈസ് ആണ് അടയ്ക്കാൻ നോക്കുന്നെങ്കിൽ, ഇൻസ്റ്റാൾമെന്റ് പോലെ 6 months അങ്ങനെ ഗ്യാപ്പ് ഇട്ട് അങ്ങനെ ചെയ്യണം എന്നാണെങ്കിൽ 1,850 ആണ് വരുന്നത്. അപ്പം നമ്മളിതിൽ നാട്ടിൽ നിന്ന് വരുന്ന ടൈമിൽ നമ്മൾ ഏജൻസിന്ന് ഫസ്റ്റ് തന്നെ ഒരു ഇയറിലെ ഫീസ് തന്നെ അടച്ചിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ആഫ്റ്റർ ദാറ്റ് നിങ്ങൾക്ക് അങ്ങനെ പറ്റുന്നില്ല, നിങ്ങൾക്ക് സെമസ്റ്റർ വൈസ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പാർട്ട് ടൈം ചെയ്തിപ്പോൾ അത് കിട്ടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ അടയ്ക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ അടയ്ക്കാം. അങ്ങനെ 2 ഓപ്ഷൻ ഉണ്ട് ഇവിടെ എല്ലാ യൂണിവേഴ്സിറ്റീസിലും അങ്ങനെ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പം എക്കണോമിക്സ് കഴിഞ്ഞു. ഇനി സെക്കൻഡ് വൺ ഞാൻ പറയാൻ പോകുന്നത്, ഇത് ഞാൻ ഇന്നൊരു കമൻറ്റ് കണ്ടായിരുന്നു ഏതോ ഒരു വീഡിയോയിൽ. അപ്പം ഞാൻ വിചാരിച്ച് എന്തായാലും ഞാൻ ഈ വീഡിയോ ചെയ്യുമല്ലോ, അപ്പോൾ പറയാം. കോഴ്സ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഫിനാൻസസ് ആൻഡ് അക്കൗണ്ടിങ് വിത്ത് ACCA അക്രഡിറ്റേഷൻ. അപ്പം ഇത് ഈ ACCA എന്ന് പറഞ്ഞാൽ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് അല്ലേ ആന്ന് തോന്നണം, എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ ഇതിൻ്റെ കാര്യം ആരാണ് ചോദിച്ചത്. അപ്പം ഈ കോഴ്സ് ഇവിടെ ഉണ്ട്. അതും 3 years ആണ് തന്നെ വരുന്നത്. ബാച്ചിലേഴ്സ് ഇവിടെ കൂടുതലും ബാച്ചിലേഴ്സ് ഒക്കെ 3 years ആണ് കേട്ടോ. അപ്പം ഇതിന് നമ്മുടെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് വരുന്ന ഫീസ് എന്ന് പറയുന്നത് 3,700 ആണ് പെർ ഇയർ. 3,700 euro. ഓക്കെ, അപ്പോസിന് വരുന്നത് അത് സെമസ്റ്റർ വൈസ് ആണ് നിങ്ങൾ നോക്കുന്നെങ്കിൽ 1,950. ഓക്കെ, ഇനിയും അടുത്ത ഇതെല്ലാം ബാച്ചിലേഴ്സ് ആണേ. ഇനി അടുത്ത വരുന്നതെന്ന് പറഞ്ഞാൽ മാനേജ്മെന്റ് കോഴ്സാണ്. അതും 3 years ആണ്. അതിൻ്റെ സ്റ്റുഡൻസ് ഓക്കെ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് വരുന്നതും 3,700 euro ആണ് പെർ ഇയർ. സെമസ്റ്റർ വൈസ് വരുന്നത് മറ്റേ പറഞ്ഞ പോലെ തന്നെ 1,950. നിങ്ങൾക്ക് ഞാൻ പറ്റുമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ INR കൊടുത്തേക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കിയാലും അറിയാൻ പറ്റും. ഓക്കെ, അടുത്ത കോഴ്സ് വരുന്നത് പ്രോജക്റ്റ് മാനേജ്മെന്റ് വിത്ത് PMI GAC. GAC എന്നാണോ പറയുന്നത്, GAC തന്നെയാണ് കൊടുത്തേക്കുന്നത്. അക്രഡിറ്റേഷൻ 3 years ആണ് വരുന്നത്. ഇതിനും കോഴ്സിന്റെ ഫീ എന്ന് പറയുന്നത് ഒരു സെക്കൻഡ്. ഓക്കെ, 3,700 euro ആണ് പെർ ഇയർ. 1,950 തന്നെയാണ് സെമസ്റ്റർ വൈസ് അടക്കണമെങ്കിൽ. ഇതും സെയിം തന്നെയാണ് എമൗണ്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് കോഴ്സ് ഇന്റർനാഷണൽ റിലേഷൻസ്. ഇതും എന്നോട് ആരോ ചോദിച്ചാട്ടോ. ഇന്റർനാഷണൽ റിലേഷൻസ് ഇതിൻ്റെ ഫീ വരുന്നത് ഇതിനകത്ത് എല്ലാവരെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കൺഫ്യൂസിങ് ആണ്. അപ്പോൾ ഇന്റർനാഷണൽ റിലേഷൻസിന് പെർ ഇയർ വരുന്ന ഫീസ് എന്ന് പറഞ്ഞാൽ 3,500 euro ആണ് ഈ കോഴ്സിന് വരുന്നത്. ഇതിന് സെമസ്റ്റർ വൈസ് ആണ് നിങ്ങൾക്ക് അടയ്ക്കണ്ടെങ്കിൽ 1,850. ഓക്കെ, അടുത്ത കോഴ്സ് എന്ന് പറയുന്നത് ജേർണലിസം ആൻഡ് സോഷ്യൽ കമ്മ്യൂണിക്കേഷൻസ്. ഇതിൻ്റെ പെർ ഇയർ ഫീ വരുന്നത് 3,500 euro തന്നെയാണ്. ഇതിൻ്റെ സെമസ്റ്റർ വൈസ് ആണ് നിങ്ങൾക്ക് അടയ്ക്കണമെങ്കിൽ 1,850. ഓക്കെ, അടുത്ത ഇവിടെ വരുന്ന കോഴ്സ് ഫിലോളജി. ഇതും 3 years തന്നെയാണ്. ഇപ്പം ഞാൻ പറഞ്ഞേക്കുന്ന എല്ലാ കോഴ്സും 3 years തന്നെയാണ് ബാച്ചിലേഴ്സ് പ്രോഗ്രാം. ഇതിന് ഫീ വരുന്നത് പെർ ഇയർ 3,500 euroയും സെമസ്റ്റർ വൈസ് ആണെങ്കിൽ 1,850. ഓക്കെ, ഇനി അടുത്ത കോഴ്സ് ഗ്രാഫിക് ഡിസൈൻ. ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഗ്രാഫിക് ഡിസൈൻ ഇങ്ങോട്ട് നോക്കുന്നുണ്ട്. ഈസി യൂണിവേഴ്സിറ്റി തന്നെ 3 years ആണ് ആ കോഴ്സും. ഇതിന് വരുന്നത് 3,000 euro ആണ് കേട്ടോ. പെർ ഇയർ 3,000 euro. ഇതിൻ്റെ സെമസ്റ്റർ വൈസ് ആണെങ്കിൽ 1,600 സെമസ്റ്റർ വൈസ് ആണ് നിങ്ങൾക്ക് അടയ്ക്കണമെങ്കിൽ. ഇതിപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് നമ്മുടെ കിട്ടിയേക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ വിസ്റ്റുലയുടെ ഒഫീഷ്യൽ പേജ് തന്നെയാണ് കേട്ടോ. അതിനകത്ത് എല്ലാവരുടെയും കൊടുത്തിട്ടുണ്ട്. ഇന്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ ഉണ്ട്. അതുപോലെ ചിലപ്പോൾ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് വന്നേക്കാൻ, ചിലപ്പോൾ നിങ്ങൾ ഏജൻസിയോടൊക്കെ ചോദിക്കുമ്പം. പക്ഷെ ഇതിപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് ഇവരുടെ മെയിൻ വിസ്റ്റുലയുടെ തന്നെ ഇതിൽ നിന്ന് തന്നെയാണ്. കിട്ടിയേക്കുന്നത് എനിക്ക്. ഇനി അടുത്ത കോഴ്സ് എന്ന് പറഞ്ഞാൽ ടൂറിസം ആൻഡ് റീക്രിയേഷൻ എന്ന് പറഞ്ഞ കോഴ്സാണ് കേട്ടോ. ഡ്യൂറേഷൻ 3 years ആണ്. ഇതിൻ്റെ ഫീ വരുന്നതും പെർ ഇയർ 3,000 euro. സെമസ്റ്റർ വൈസ് ആണെന്നുണ്ടെങ്കിൽ 1,600. ഇനി അടുത്ത ബാച്ചിലേഴ്സ് ഡിഗ്രി ഇവിടെ വരുന്നത് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്. കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് മാത്രം 3 years അല്ല കോഴ്സ് വരുന്നത്. 3.5 വർഷമാണ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിന് വരുന്നത്. ഫീസ് എത്രയാണെന്ന് വെച്ചാൽ 3,700 euro ആണ് പെർ ഇയർ വരുന്നത്. സെമസ്റ്റർ വൈസ് ആണെന്നുണ്ടെങ്കിൽ 1,950 euro ആണ്. ലാസ്റ്റ് ആയിട്ടുള്ള കോഴ്സാണ് കേട്ടോ ഇത്. കൂടി കഴിഞ്ഞാൽ അടുത്തത് മാസ്റ്റേഴ്സ് ആണ് പറയാൻ പോകുന്നത്. ഇത്രയാണ് വിസ്റ്റുലയിലുള്ളത്. അപ്പോൾ ലാസ്റ്റ് ആയിട്ടുള്ളത് ആർക്കിടെക്ചർ ആണ്. ആർക്കിടെക്ചർ വരുന്നത് ഡ്യൂറേഷൻ 4 years ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും ബാച്ചിലേഴ്സ് ഡിഗ്രി എടുത്തതിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് 4 years ഉള്ളത് ആർക്കിടെക്ചർ ആണ്. നേഴ്സിംഗ് വരെ 3 years ഉള്ളൂ ഇവിടെ. പെർ ഇയർ വരുന്നത് 4,500 euro ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു അത്യാവശ്യം കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കോഴ്സാണ് കേട്ടോ ആർക്കിടെക്ചർ. 4,500 euro ആണ് ഇയർലി വരുന്നത്. സെമസ്റ്റർ വൈസ് ആണ് നിങ്ങൾ അടയ്ക്കുന്നതെങ്കിൽ സെമസ്റ്റർ വൈസ് 2,350 euro ആണ് വരുന്നത്. അപ്പം ഇതുകൊണ്ട് നമ്മുടെ വിസ്റ്റുലയിലുള്ള ബാച്ചിലേഴ്സ് ഡിഗ്രി കഴിഞ്ഞു. അപ്പം ഇത്രയും കോഴ്സസ് ആണ് വിസ്റ്റുലയിൽ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് ഉള്ളത്. +1 എന്ന് പറയുന്നത് ഈ ഫിനാൻസസ് ആൻഡ് അക്കൗണ്ടിങ് വിത്ത് ACCA അക്രഡിറ്റേഷൻ. അത് ഡ്യൂറേഷൻ 2 years ആണ്. ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് വരുന്ന ഫീസ് എന്ന് പറയുന്നത് പെർ ഇയർലി 3,500 euro ആണ്. സെമസ്റ്റർ വൈസ് ആണെങ്കിൽ 1,850 euro ആണ്. അടുത്ത കോഴ്സ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ മാനേജ്മെന്റ് ആണ്. മാനേജ്മെന്റ് കോഴ്സ് വരുന്നത് ഇതും ഡ്യൂറേഷൻ 2 years തന്നെയാണ്. പെർ ഇയർ 3,800 euro ആണ്.
സെമസ്റ്റർ വൈസ് ആണ് നിങ്ങൾ അടയ്ക്കുന്നെങ്കിൽ 2000 യൂറോയാണ് വരുന്നത്. ഇനി അടുത്ത കോഴ്സ് വരുന്നതെന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ റിലേഷൻസ് ആണ്. ഡ്യൂറേഷൻ 2 ഇയേഴ്സ് ആണ്. ഇതും 3800 യൂറോയാണ് പെർ ഇയർ. സെമസ്റ്റർ വൈസ് ആണെങ്കിൽ 2000 യൂറോയുമാണ്. ഇനി അടുത്ത കോഴ്സ് ഇതുണ്ട്, ഫിലോളജിയും ഡ്യൂറേഷൻ വരുന്നത് 2 ഇയേഴ്സ് ആണ്. ഇതിന്റെ ഫീ പെർ ഇയർ 3500 യൂറോയും. സെമസ്റ്റർ വൈസ് ആണ് നിങ്ങൾ അടയ്ക്കുന്നെങ്കിൽ അത് 1850 ആണ്. അടുത്ത വരുന്നത് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ആണ്. കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് മാത്രം 1.5 ഇയറേ ഉള്ളൂ, 1.5 വർഷമേ ഉള്ളൂ കോഴ്സ് ഡ്യൂറേഷൻ. അപ്പം അതിന് ഫീസ് വരുന്നത് പെർ ഇയർ 3800 യൂറോയാണ്. അത് സെമസ്റ്റർ വൈസ് ആണെങ്കിൽ 2000 യൂറോയാണ് അടയ്ക്കേണ്ടത്. ഇവിടെ ഒരു ഇയറിൽ 2 സെമസ്റ്റർ വെച്ചാണ് വരുന്നത്. 6 മന്ത്സ് വെച്ചാണ് കേട്ടോ. ഒരു സെമസ്റ്റർ 6 മാസം, അടുത്ത സെമസ്റ്റർ 6 മാസം. അപ്പോൾ ഈ 6 മാസത്തെ ഗ്യാപ്പിലാണ് നിങ്ങൾക്ക് ഇത് അടയ്ക്കാൻ പറ്റുന്നത്. അപ്പം നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് അങ്ങനെ അടയ്ക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ അടയ്ക്കാം. ഇനിയും അടുത്ത കോഴ്സ് ഇവിടെ മാസ്റ്റേഴ്സിന് വരുന്നതാണ് എനർജി മാനേജ്മെന്റ്. അത് ഡ്യൂറേഷൻ 2 ഇയേഴ്സ് ആണ്. അതിൻ്റെ കോഴ്സ് ഫീ എന്ന് പറയുന്നത് പെർ ഇയർ 3500 യൂറോയും. സെമസ്റ്റർ വൈസ് നിങ്ങൾക്ക് അടയ്ക്കണമെങ്കിൽ 1850 യൂറോയും ആണ്. അടുത്ത ലാസ്റ്റ് ആൻഡ് ഫൈനൽ കോഴ്സ് ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി. ഡ്യൂറേഷൻ വരുന്നത് 2 ഇയേഴ്സ് ആണ്. ഇത് കുറേ പേര് ചോദിച്ചിട്ടുള്ളൊരു കോഴ്സാണ് കേട്ടോ. കോഴ്സ് ഫീ എന്ന് പറഞ്ഞാൽ 3000 യൂറോയാണ് പെർ ഇയർ വരുന്നത്. സെമസ്റ്റർ വൈസ് ആണ് നിങ്ങൾ അടയ്ക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 1600 യൂറോയാണ് വരുന്നത്. നമ്മുടേത് കഴിഞ്ഞു. പിന്നെ ഒരു ഡബിൾ ഡിഗ്രി പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു സാധനം കൊടുത്തിട്ടുണ്ട്. അത് എനിക്ക് എന്താണ് കൂടുതലായിട്ട് എനിക്ക് ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് അറിയത്തില്ല. ഞാൻ കിട്ടിയതിൽ ഉള്ളൊരു സംഭവമാണിത്. എന്നോട് ഇതുവരെ ആരും അങ്ങനെ ചോദിച്ചിട്ടില്ല. നോക്കുന്നവർക്കാകുമ്പോൾ അറിയാമായിരിക്കുമല്ലോ. എന്ന് പറഞ്ഞാൽ BA ഉണ്ട്. BAക്ക് 4600 യൂറോയാണ് ഇയർലി വരുന്നത്. MAക്ക് 4700 യൂറോയാണ് ഇയർലി വരുന്നത്. അപ്പം ഇങ്ങനെയാണ് ഡബിൾ ഡിഗ്രി പ്രോഗ്രാം വരുന്നത്. അതിനെക്കുറിച്ച് എനിക്ക് കൂടുതലായിട്ട് അറിയത്തില്ല. അത് പക്ഷേ ഇവരെ ഇത് കണ്ടോ, ഇതിൽ കൊടുത്തേക്കുന്നതാണ്. അപ്പം ഇതാണ് നമ്മുടെ വിസ്റ്റല യൂണിവേഴ്സിറ്റിയിൽ ഉള്ള കോഴ്സസും അതിൻ്റെ ഡീറ്റെയിൽസും. അപ്പം ഞാൻ എന്തുകൊണ്ടാണ് വിസ്റ്റല യൂണിവേഴ്സിറ്റി എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം എല്ലാവരും വാസയാണല്ലോ കോൺസെൻട്രേറ്റ്, മെയിൻ സിറ്റീസിൽ പോകണം, പാർട്ട് ടൈം ഒക്കെ നോക്കുന്നതുകൊണ്ട് എല്ലാവരും ഞാൻ എപ്പോഴും അങ്ങോട്ട് തന്നെ പറയത്തുള്ളൂ. എന്നെപ്പോലൊക്കെ വന്നിട്ട് ഇവിടെ പെട്ടുകൊണ്ടാന്ന് വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് തന്നെ പറയത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇപ്പം വേറെ യൂണിവേഴ്സിറ്റീസ് നോക്കുമ്പോൾ കുറച്ചുകൂടെ ഔട്ടർ സിറ്റിയിലൊക്കെ നോക്കുമ്പോൾ ചിലപ്പം ഡിഫറൻസ് ഉണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പൈസയ്ക്ക്. അപ്പോൾ വിസ്റ്റല യൂണിവേഴ്സിറ്റി ചോദിച്ചു. പിന്നെ അതുപോലെ തന്നെ നോക്കുന്ന പാർട്ട് ടൈമും എല്ലാം കൂടി വെച്ചിട്ട് ആയതുകൊണ്ടാണ് ഞാൻ ഈ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്തത്. അപ്പം നിങ്ങൾക്ക് ഏകദേശം നിങ്ങൾ നോക്കുന്ന കോഴ്സൊക്കെ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പം ഇനിയും ഏതെങ്കിലും അടുത്ത യൂണിവേഴ്സിറ്റിനെ കുറിച്ച് ഇതുപോലെ ആ യൂണിവേഴ്സിറ്റിയിലുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഇങ്ങനെ കോഴ്സസ് ഏതൊക്കെയാണ് അതിൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ കിട്ടുവാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും വീഡിയോ ചെയ്യാം. വേറെ ഏതെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. അപ്പം അറിയാവുന്ന കാര്യങ്ങളാണ്, എനിക്കതിനെക്കുറിച്ച് കറക്റ്റായിട്ടുള്ള പ്രോപ്പർ ഇൻഫർമേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കിട്ടിയാൽ ഞാൻ ഉറപ്പായിട്ടും ചെയ്യാം. പേർക്കൊക്കെ ഇത് യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ കിട്ടുമായിരിക്കാം, വെബ്സൈറ്റിൽ നോക്കി ചിലപ്പോൾ കിട്ടുമായിരിക്കും. അപ്പം കിട്ടുന്നവർ ഇത് ആർക്കായാലും എടുക്കാവുന്നതേ ഉള്ളായിരിക്കും, എനിക്കറിഞ്ഞൂടാ. അപ്പം കിട്ടാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പം ജസ്റ്റ് ഒരു ചെറിയ രീതിയിൽ മങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഫുള്ള് നോക്കിയാൽ കാണാൻ കണ്ടോ ഫുൾ ഇരുട്ടായി. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾക്ക് ചില വീഡിയോസിലൊക്കെ നല്ല വ്യൂസ് കയറുന്നുണ്ട്, പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യാറില്ല ആരും. അപ്പോൾ കുറേ പേർക്ക് നല്ല ഫീഡ്ബാക്ക് ഒക്കെ പറയുന്നുണ്ട്, കുറേ യൂസ്ഫുൾ ആകുമെന്ന് പറയുന്നുണ്ട്. ഭയങ്കര സന്തോഷം കേൾക്കുമ്പം. അപ്പം നിങ്ങൾ ഇങ്ങനെയുള്ള കമൻസ് ഒക്കെ ഇടുമ്പോഴാണ് നമുക്ക് ഓരോരോ വീഡിയോസ് ചെയ്യാനുള്ള ഒരു പ്രചോദനം ഉണ്ടാവുന്നത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയണം, ഞാൻ വീഡിയോസ് അടുത്തതായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞിടാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.